അറ്റകുറ്റപ്പണിക്കായി ചെങ്കുളം അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തിയതോടെ പ്രതിസന്ധിയിലായി വിനോദസഞ്ചാര മേഖല. അണക്കെട്ടിൽ ജലം വറ്റിയതോടെ ബോട്ടിംഗ് നിലച്ചു. ഇതോടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരും വലിയ പ്രതിസന്ധിയിലാണ്. ഹൈഡൽ ടൂറിസം രംഗത്ത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന കേന്ദ്രമാണ് ചെങ്കുളം. 2 മാസം മുമ്പാണ് ഷട്ടറിന്റെ അറ്റകുറ്റപ്പണിക്കായി ചെങ്കുളം അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിച്ചത്. വെള്ളം ക്രമീകരിച്ചതോടെ ഡാമിലെ പ്രധാന ആകർഷണമായ ബോട്ടിംഗ് പൂർണ്ണമായി നിലച്ചു. ഇതോടെ ചെങ്കുളം അണക്കെട്ടിലേക്ക് സഞ്ചാരികളും എത്തുന്നില്ല. ഇടുക്കി ജില്ലയിലെ ജലാശയങ്ങളും പ്രകൃതി കാഴ്ചകളും ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. എന്നാൽ കാഴ്ചകൾ പ്രതീക്ഷിച്ചെത്തുന്ന സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് നിരാശയാണ്. 2 മാസം ജലവിനോദ ഉപാധികളായ ബോട്ടിംഗ് അടക്കം നിലച്ചു. ഇത് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് ചെങ്കുളത്തെ ജീപ്പ് സവാരിക്കാരെയും അനുബന്ധ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിയുന്നവരെയുമാണ്. വേനൽക്കാല വിനോദസഞ്ചാരം ജില്ലയിൽ സജീവമായപ്പോൾ ചെങ്കുളത്ത് അനുബന്ധ തൊഴിൽ ചെയ്യുന്നവർ പട്ടിണിയിലായ അവസ്ഥയിലാണ്. ചെങ്കുളം ഡാമിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 2 മാസമായി ഇതിലെ വെള്ളം പറ്റിച്ചിട്ട് ചെങ്കുളം ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു 34-35 വേണ്ടി അതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ വരുന്ന സമയമാണ്. പക്ഷേ നമ്മുടെ ഒരു ഓട്ടോ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമായ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. വൈദ്യുത വകുപ്പ് ഇടപെട്ട് ബോട്ടിംഗ് അടക്കമുള്ളവ പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ജില്ലയിൽ എത്തുമ്പോൾ പ്രധാന സ്ഥലമായ ചെങ്കുളം ആളൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണി നടത്തി ബോട്ടിംഗ് പുനരാരംഭിക്കാൻ വൈദ്യുത ബോർഡും ഹൈഡൽ ടൂറിസം വകുപ്പും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.